guys, welcome back to my channel. I am ilhan. വളരെ ലോ മെയിൻ്റനൻസിൽ, അതായത് വലിയ കെയർ ഒന്നും കൊടുക്കാതെ തന്നെ നന്നായിട്ട് വളരുന്ന കുറച്ച് ചെടികളെയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ചെടികളൊക്കെ വളർത്തുന്ന ആഗ്രഹമുണ്ട്, പക്ഷെ സമയമില്ലാത്തത് കൊണ്ടും അതിനെ നോക്കിയിരിക്കാനൊക്കെ സമയം കുറവുള്ളത് കൊണ്ട് തന്നെ ചെടികൾ വളർത്താത്ത ഒരുപാട് പേരുണ്ട്. അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ. അതുപോലെ തന്നെ ഗാർഡനിങ്ങിൽ ബിഗിനേഴ്സ് ആയിട്ടുള്ള ആളുകൾക്കും വളർത്താൻ പറ്റുന്ന കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ് ആണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പൊ അതിൽ ആദ്യത്തെ ചെടി എന്ന് പറയുന്നത് മണി പ്ലാന്റ് ആണ്. മണി പ്ലാന്റിന്റെ മാർബിൾ ക്യൂൻ പോത്തോസ് എന്ന് പറയുന്ന ഒരു വെറൈറ്റി ആണ് ഇപ്പൊ എന്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു പ്ലാന്റ്. മണി പ്ലാന്റിന്റെ എല്ലാ വെറൈറ്റീസും തന്നെ വളരെ ഫാസ്റ്റ് ആയിട്ട് വളരുന്നതും ഒരു മെയിൻ്റനൻസും ആവശ്യമില്ലാത്തതുമായിട്ടുള്ള പ്ലാന്റ്സ് ആണ്. അപ്പം എല്ലാവരുടെയും വീട്ടിൽ തന്നെ ഉള്ള ഒരു പ്ലാന്റും ആയിരിക്കും മണി പ്ലാന്റ്. മണി പ്ലാന്റിന്റെ തന്നെ നമ്മൾ കോമൺ ആയിട്ട് നമ്മുടെ നാട്ടിൽ കാണുന്ന ഗോൾഡൻ പോത്തോസ്, അത് ഇല്ലാത്ത ഒരു വീടും ഇല്ലാന്ന് വേണം പറയാനായിട്ട്. ഒരു ഒന്നോ രണ്ടോ തണ്ടെങ്കിലും ഒരു ബൗളിനകത്തൊക്കെ വെള്ളത്തിലൊക്കെ ഇട്ടെങ്കിലും എല്ലാവരും വളർത്തുന്നുണ്ടാവും. അപ്പോൾ വളരെ എളുപ്പമാണ് മണി പ്ലാന്റ് വളർത്താനായിട്ട്. ചെടികളൊക്കെ വളർത്തി തുടങ്ങുന്ന ഫ്രണ്ട്സിന് ഞാൻ ആദ്യം തന്നെ സജസ്റ്റ് ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണ് മണി പ്ലാന്റ്. മണി പ്ലാന്റിന്റെ എല്ലാ വെറൈറ്റീസും വളരെ ഫാസ്റ്റ് ആയിട്ട് വളരുന്നതാണ്. ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ചൊക്കെ കാര്യങ്ങൾ അതിൽ ശ്രദ്ധിക്കണം, എന്നാൽ പോലും നമ്മൾ അധികം കെയർ കൊടുത്തില്ലെങ്കിലും വളരുന്ന ചെടികളാണ് മണി പ്ലാന്റ്. അപ്പൊ ഇത് നോക്ക്, നല്ല ബുഷിയായിട്ട് ഈ ചട്ടിയിൽ വളർന്നു നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണിത്. അപ്പൊ നമുക്ക് മണി പ്ലാന്റ് പല രീതിയിൽ അറേഞ്ച് ചെയ്യാൻ കൂടി ചെയ്യാം. ഇങ്ങനെ തിക്കായിട്ട് ബുഷിയായിട്ട് വളർത്താം, ഹാങ് ചെയ്ത് വളർത്താം, അല്ലെങ്കിൽ സ്റ്റിക്ക് വെച്ച് ക്ലൈംബ് ചെയ്ത് വളർത്താം. ഒരുപാട് ടൈപ്പിൽ നമുക്ക് മണി പ്ലാന്റിനെ വളർത്തുകയും ചെയ്യാം. ഇത് നോക്ക്, ഇത് എൻജോയ് പോത്തോസ് ആണ്. അപ്പോൾ ഇതും നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ ഹാങ് ചെയ്തൊക്കെ വളർന്നു വന്നിട്ടുണ്ട്. നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട്. ഇതിന്റെ കുഞ്ഞു ലീഫ് നല്ല വൈറ്റും ഗ്രീനും കോമ്പിനേഷനിലുള്ള ആ കളറും ഒക്കെ കൂടെ ആകുമ്പോൾ നല്ല രസമാണ് കാണാനായിട്ട്. എനിക്ക് എൻ്റെ ഫേവറേറ്റ് പ്ലാന്റും മണി പ്ലാന്റ് ആണ് കേട്ടോ. എൻ്റെ പല വീഡിയോയിലും ഞാനത് പറഞ്ഞിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ മണി പ്ലാന്റ് ആണ് നമ്മുടെ ഫസ്റ്റ് പ്ലാന്റ്. അടുത്ത പ്ലാന്റ് ഫിലോഡെൻഡ്രോൺ പ്ലാന്റ് ആണ്. ഇപ്പൊ ഞാൻ വളർത്തിയിട്ടുള്ളതിൽ എനിക്ക് മണി പ്ലാന്റ് കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ മണി പ്ലാന്റിനേക്കാൾ ഒരുപടി മുൻപേ നിൽക്കുന്ന ഒരു പ്ലാന്റ് ഫിലോഡെൻഡ്രോൺ പ്ലാന്റ്സ് ആണ്. ഫിലോഡെൻഡ്രോൺ പ്ലാന്റ്സിന്റെ എല്ലാ വെറൈറ്റീസും നല്ല ഫാസ്റ്റ് ഗ്രോയിങ് പ്ലാന്റ്സ് ആണ്. അതിൽ തന്നെ ഹാങ്ങിങ് പ്ലാന്റ്സ്, വളരെ ഫാസ്റ്റ് ആയിട്ട് വളരുന്ന ഹാങ്ങിങ് പ്ലാന്റ്സ് ആണുള്ളത്. അപ്പോൾ ഫിലോഡെൻഡ്രോൺ പ്ലാന്റ്സിന്റെ കുറച്ചധികം വെറൈറ്റീസ് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അതിന്റെ വീഡിയോ ഒക്കെ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട് നമ്മുടെ ചാനലിൽ. അതുപോലെ മണി പ്ലാന്റിന്റെ വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കാണാൻ താല്പര്യമുള്ളവര് താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ ലിങ്ക് ഒക്കെ കൊടുക്കാം. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കിയേക്കാം. അപ്പോൾ ഫിലോഡെൻഡ്രോൺ പ്ലാന്റ്സിൽ ഈ ഒരു പ്ലാന്റ് കണ്ടോ, ഇത് ഫിലോഡെൻഡ്രോൺ ഹാർട്ട് ലീഫ് ഗോൾഡൻ എന്ന് പറയുന്ന ഒരു വെറൈറ്റി ആണ്. വളരെ നല്ല ഭംഗിയായിട്ട് മണി പ്ലാന്റ് ഒക്കെ പോലെ തന്നെ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണിത്. നല്ല രസമാണ് ഇത് കാണാനായിട്ട്. ഇതിന്റെ ലീഫിന്റെ ഒരു ഷേപ്പ് കണ്ടോ, നല്ല ഹാർഡ് ഷേപ്പാണ്. അതുപോലെ നല്ലൊരു ലൈം കളറാണ്, ഒരു നിയോൺ കളറൊക്കെയാണ് ഇതിന് വരുന്നത്. അപ്പൊ ഇത് നല്ല ഭംഗിയായിട്ട് വളരുന്ന ഒരു ഫാസ്റ്റായിട്ട് വളരുന്ന ഒരു പ്ലാന്റ് ആണ്. ഇത് ഇൻഡോറിൽ വെക്കാൻ പറ്റും. ഇൻഡോറിൽ ഇപ്പോൾ ഹാങ് ചെയ്തിടുകയോ അല്ലെങ്കിൽ ഇതേപോലെ ഇങ്ങനെ വെക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിട്ട് വളരുന്ന ഒരു പ്ലാന്റ് ആണിത്. അപ്പോൾ ഇൻഡോർ പ്ലാന്റ്സിൽ വളരെ മെയിൻ്റനൻസ് കുറഞ്ഞ ഒരു പ്ലാന്റ് ആണ് ഫിലോഡെൻഡ്രോണിന്റെ എല്ലാ വെറൈറ്റീസും. അടുത്തതായിട്ട് ഇതേ ഈ ഒരു പ്ലാന്റിനെയാണ് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നത്. കണ്ടോ, ഇതും ഫിലോഡെൻഡ്രോൺ പ്ലാന്റ് തന്നെയാണ്. ഫിലോഡെൻഡ്രോൺ ബ്രസീൽ എന്നാണ് ഈ പ്ലാന്റിന്റെ പേര്. വളരെ ഫാസ്റ്റ് ആയിട്ട് വളരുന്ന ഒരു പ്ലാന്റ് ആണ്. നമ്മൾ അധികം കെയർ കൊടുക്കണ്ട. അപ്പം ഇത് നല്ല ഭംഗിയായിട്ട് വളരുന്ന ഒരു പ്ലാന്റ് ആണ്. നമുക്ക് ഒരു ബ്രൈറ്റ് ലൈറ്റിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല ഫാസ്റ്റ് ആയിട്ട് വളരുന്ന ഒരു പ്ലാന്റ് ആണ്. ഇതിന്റെ ലീഫും ഒരു ഹാർട്ട് ഷേപ്പിലാണ് വരുന്നത്. അതുപോലെ തന്നെ ഇതൊരു വെരിഗേറ്റഡ് ആയിട്ടുള്ള ലീഫാണ്. ഗ്രീനും അതുപോലെ അതിന്റെ സെന്ററിലൂടെ ഒരു യെല്ലോ കളറ് വരുന്ന ഒരു ലൈൻ ഒക്കെ പോലെ വരുന്ന നല്ല രസമുള്ള ഒരു പ്ലാന്റ് ആണിത്. എനിക്ക് വലിയ ഫിലോഡെൻഡ്രോൺ പ്ലാന്റ്സിൽ എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് പ്ലാന്റ്സിൽ ഒരു പ്ലാന്റ് ആണ് ഇത്. വളരെ ഫാസ്റ്റ് ആയിട്ട് വളരുകയും ചെയ്യും. അപ്പോൾ ഇതിൽ കൂടുതൽ വളർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് കുറേയൊക്കെ കട്ട് ചെയ്ത് പുതിയ ചെടികളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇൻഡോറിൽ വളർത്താൻ പറ്റുന്ന വളരെ ലോ മെയിൻ്റനൻസ് ആയിട്ടുള്ള ഒരു പ്ലാന്റിൽ പെട്ട പ്ലാന്റ് ആണ് ഫിലോഡെൻഡ്രോൺ ബ്രസീൽ എന്ന് പറയുന്ന ഈ ഒരു വെറൈറ്റി. ഇത് നമുക്ക് വെള്ളത്തിലിട്ട് വേണമെങ്കിലും വളർത്താൻ പറ്റും. അപ്പോൾ ഇതിന്റെ പ്രൊപ്പഗേഷൻ ഒക്കെ വളരെ ഈസിയാണ്. ഇതിന്റെ കെയറിങ് വീഡിയോയും നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ ആവശ്യമുള്ളവർ ഒന്ന് പോയി കണ്ടു നോക്കിയേക്കാം. അതേപോലെ അടുത്ത ഫിലോഡെൻഡ്രോൺ പ്ലാന്റ് ഇതാണ്. ഫിലോഡെൻഡ്രോൺ ബേൾമാക്സ് എന്നാണ് ഈ പ്ലാന്റിന്റെ പേര്. വളരെ നന്നായിട്ട് വളരുന്ന നല്ല ഭംഗിയായിട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണിത്. ഫിലോഡെൻഡ്രോൺ പ്ലാന്റ്സിൽ എൻ്റെ ഫേവറേറ്റ് പ്ലാന്റ് ഇതാണെന്ന് വേണം പറയാനായിട്ട്.
അപ്പൊ ഇതിന്റെ ഒരു ചെറിയ ഒരു തൈയാണ്. ഇത് ഞാൻ വെള്ളത്തിലാണ് ഇട്ടിട്ടുള്ളത്. ഈ പ്ലാന്റ്സ് നമുക്ക് വെള്ളത്തിലൊക്കെ വളർത്താൻ കണ്ടോ. അപ്പൊ ഞാൻ എന്റെ മദർ പ്ലാന്റിൽ നിന്ന് കട്ട് ചെയ്ത് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഈ ഒരു ചട്ടിയുടെ അകത്ത് വെള്ളത്തിൽ ഇട്ടിരിക്കുന്നതാണ്. അപ്പൊ ഫിലോഡെൻഡ്രൻ ബേൾമാക്സ് എന്നാണ് ഈ പ്ലാന്റിന്റെ പേര്. നല്ല രസം അത് കാണാനായിട്ട്. ഇതിന്റെ ലീഫ് നല്ല ഗ്രീൻ കളറാണ്, അതുപോലെ നല്ല വാക്സ് കോട്ടിംഗ് ആണ് ഇതിന്റെ ലീഫിന് വരുന്നത്. കണ്ടോ, നല്ല ഭംഗിയത് കാണാനായിട്ട്. ഇത് നമുക്ക് ഔട്ട്ഡോറിലും വളർത്താവുന്നതാണ്. ഇത് നമ്മുടെ നാട്ടിലൊക്കെ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു പ്ലാന്റ് ആണ്. തെങ്ങിന്റെ ചുവട്ടിലൊക്കെ വരെ കാണുന്ന ഒരു പ്ലാന്റ് ആണിത്. വളരെ ലോ മെയിൻ്റെനൻസ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. അത് മാത്രമല്ല വെളിച്ചം കുറഞ്ഞ സ്ഥലത്ത് നമുക്ക് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണിത്. അപ്പോൾ വെളിച്ചം കുറഞ്ഞ സ്ഥലത്ത് നമുക്ക് വളർത്താൻ പറ്റുന്ന കുറച്ച് പ്ലാന്റ്സിനെ കുറിച്ചുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ നേരത്തെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കിയേക്കാം. അടുത്ത പ്ലാന്റ് സ്നേക്ക് പ്ലാന്റ് ആണ്. അപ്പോൾ സ്നേക്ക് പ്ലാന്റ് അറിയാലോ, വളരെ ലോ മെയിൻ്റെനൻസ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. ഇതിനെ നോക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഇതിന് ഒരുപാട് കെയർ കൂടി പോയാലാണ് പ്രശ്നം വരിക. അപ്പോൾ വെള്ളം ഒഴിക്കുന്ന കാര്യത്തിലാണെങ്കിലും വെളിച്ചത്തിന്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ വളരെ ലോ ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണിത്. പക്ഷെ നല്ല ഹെൽത്തി ആയിട്ട് വളരുകയും ചെയ്യും. ഏറ്റവും നല്ല എയർ പ്യൂരിഫൈങ് പ്ലാന്റും ആണ്. അപ്പോൾ ചെടിയൊക്കെ വളർത്തി തുടങ്ങുന്ന ആളുകൾക്ക് ഇൻഡോറിലേക്ക് നിങ്ങൾക്ക് ഫസ്റ്റ് ചോയ്സ് ആണ് സ്നേക്ക് പ്ലാന്റ് എന്ന് പറയുന്നത്. ഇതിന് നമ്മൾ എന്താ പറയുക, ഒരു മാസം കൂടുമ്പോഴാണെങ്കിലും വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. വെള്ളം കൂടി പോയാലാണ് ഈ പ്ലാന്റിന്റെ തണ്ടൊക്കെ ചീഞ്ഞ് വേരൊക്കെ ചീഞ്ഞ് പ്ലാന്റ് നശിച്ചു പോകുന്നത്. അതുപോലെ ഒട്ടും വെളിച്ചമില്ലാത്ത സ്ഥലത്ത് നമുക്ക് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് സ്നേക്ക് പ്ലാന്റ്. അപ്പൊ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഇത്. കണ്ടോ, നല്ല ഭംഗിയായിട്ട് നമുക്ക് ഇൻഡോറിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ്. സ്നേക്ക് പ്ലാന്റിൽ തന്നെ ഈ ഡ്വാർഫ് വെറൈറ്റി ആയിട്ടുള്ള സാൻസെവേരിയ പ്ലാന്റും നമുക്ക് അതേപോലെ തന്നെ വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ്. അപ്പൊ ഈ പ്ലാന്റ് കണ്ടോ, നല്ല ഒരു എന്താ പറയുക, ഒരു താമരപ്പൂ ഒക്കെ വിരിഞ്ഞു നിൽക്കുന്ന പോലെയാണ് ഈ പ്ലാന്റ് വരുന്നത്. ഇതും വളരെ ലോ മെയിൻ്റെനൻസ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. സ്നേക്ക് പ്ലാന്റ് തന്നെയാണിത്. ഈ ഒരു വെറൈറ്റിന് സാൻസെവേരിയ എന്നാണ് പറയുന്നത്. അപ്പൊ ഇതും അങ്ങനെ തന്നെ ആ ഒരു കെയർ കൊടുത്ത് വളർത്താവുന്ന നല്ലൊരു ബെസ്റ്റ് ഇൻഡോർ പ്ലാന്റ് കൂടിയാണിത്. അടുത്ത പ്ലാന്റ് ലക്കി ബാംബു ആണ്. ലക്കി ബാംബു അറിയാലോ, എല്ലാവരുടെ വീട്ടിൽ തന്നെ ഉള്ള ഒരു പ്ലാന്റ് ആണ് ലക്കി ബാംബു. അപ്പൊ ഇത് നമുക്ക് വെള്ളത്തിലും വളർത്താം, അതുപോലെ തന്നെ മണ്ണിലും വളർത്താം. ഇതിപ്പോ ഞാൻ ഒരു വെള്ളത്തിൽ കുറച്ച് കട്ടിങ്സ് ഇട്ട് വെച്ചിരുന്നായിരുന്നു. അപ്പൊ ഇതിനിപ്പോ നിറയെ വേരൊക്കെ വന്നിട്ടുണ്ട്. കണ്ടോ, നിറയെ വേരൊക്കെ വന്നിട്ടുണ്ട്. നല്ല കളറാണ് ഇതിന്റെ വേര്, നല്ല ഭംഗിയാണ്. അപ്പൊ ഇത് നമ്മളിങ്ങനെ ഇട്ട് കഴിയുമ്പോൾ ഇതിന്റെ താഴെ ഇങ്ങനെ ഒരു ഓറഞ്ച് കളറിലും മേളിലും നല്ല ഗ്രീൻ കളറിലൊക്കെ നിൽക്കുമ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ടും. ഈ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ നല്ല എയർ പ്യൂരിഫൈങ് പ്ലാന്റ് ആണ്. ഒട്ടും കെയർ വേണ്ട ഈ പ്ലാന്റിന്. വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ആഴ്ചയിൽ ഒരിക്കൽ വെള്ളം മാറ്റി കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ ലിക്വിഡ് ഫെർട്ടിലൈസേഴ്സ് എന്തെങ്കിലും നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതെല്ലാ വാട്ടർ പ്ലാന്റ്സും നമ്മൾ അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ വാട്ടർ ഗ്രോയിങ് പ്ലാന്റ്സിന്റെ വീഡിയോയും നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കാണുന്ന താല്പര്യമുള്ളവർക്ക് പോയി കണ്ടു നോക്കിയേക്കാം. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പൊ ലക്കി ബാംബു ആണ് നമ്മുടെ അടുത്ത ഒരു ഇൻഡോർ പ്ലാന്റ്. അടുത്തത് സിങ്കോണിയം പ്ലാന്റ് ആണ്. സിങ്കോണിയത്തിന്റെ ഒരു ഗ്രീനിഷ് കളറിലുള്ള നല്ല തത്തമ്മ പച്ച കളറിലുള്ള ഒരു വെറൈറ്റി ആണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. സിങ്കോണിയത്തിന്റെ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. അപ്പൊ സിങ്കോണിയം പ്ലാന്റ്സിന്റെ വീഡിയോ ഇട്ടപ്പോൾ അതിൽ ഞാൻ എല്ലാ വെറൈറ്റീസും എൻ്റെ കയ്യിലുള്ള വെറൈറ്റീസ് ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ പോയി കണ്ടു നോക്കിയേക്കാം. അപ്പൊ ഇപ്പൊ എൻ്റെ എല്ലാ വീഡിയോയുടെയും ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. അപ്പൊ അതൊക്കെ പോയി കണ്ടു നോക്കിയേക്കോ. അപ്പോൾ ഒരു ഏകദേശം ഒരു ധാരണ കിട്ടും. അപ്പോൾ സിങ്കോണിയം പ്ലാന്റും വളരെ നല്ല ഭംഗിയാണ്. ഇത് കാണാൻ നല്ല ഭംഗിയാണ്. അതേപോലെ തന്നെ ഇതും അത്യാവശ്യം നല്ല ഒരു പ്ലാന്റ് ആണ്. കെയറിങ് വേണ്ടാത്ത ഒരു പ്ലാന്റ് ആണ്. നമുക്ക് ഇൻഡോറിൽ ഭംഗിയിൽ നിൽക്കും. സിങ്കോണിയത്തിന്റെ എല്ലാ വെറൈറ്റീസും തന്നെ നമുക്ക് അകത്ത് വെക്കാം. പക്ഷെ കുറച്ച് ബ്രൈറ്റ് ലൈറ്റ് കിട്ടുന്ന സ്ഥലത്ത് വെക്കുമ്പോഴായിരിക്കും ഇതിന്റെ ആ നല്ല കളറ് കിട്ടുക. അല്ലെങ്കിൽ ഇത് ഒരു ഗ്രീൻ കളറിലേക്ക് മാറിപ്പോവും. അത്രയും മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ആഴ്ചയിൽ ഒരിക്കലൊക്കെ നമുക്ക് വെള്ളം കൊടുത്താൽ മതി. ഇൻഡോറിൽ വെക്കുന്ന പ്ലാന്റ്സ് ആകുമ്പോൾ നമ്മൾ ആഴ്ചയിൽ ഒരിക്കൽ മാത്രം വെള്ളം വെച്ചാൽ മതി, വെള്ളം കൊടുത്താൽ മതി. പിന്നെ ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു സെൽഫ് വാട്ടറിങ് പോട്ടിലാണ് ഈ പ്ലാന്റ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ഇതിനകത്ത് സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. നമ്മൾ ഒഴിക്കുന്ന വെള്ളം കുറച്ച് ഇതിനകത്ത് സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആവശ്യമുള്ള വെള്ളം അവർ ഇതിൽ നിന്ന് തന്നെ എടുത്തോളും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വലിയ പ്രശ്നമില്ല. ഞാൻ അങ്ങനെ വെള്ളം വെക്കാറില്ല ഇതിൻ്റെ അകത്ത്, എല്ലാം ഒഴിച്ച് കളയും. കാരണം എനിക്ക് ടെൻഷനാണ്, ഇതിനകത്ത് വെള്ളം കൂടി പോയാൽ അതുകൊണ്ട് വെള്ളം ചെടി ചീഞ്ഞു പോകണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാനിങ്ങനെ വെള്ളം ഇതിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് നിൽക്കില്ല. കാരണം ഞാൻ കറക്റ്റായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കും. അപ്പോൾ അതിന് സ്റ്റോർ ചെയ്തിട്ട് എടുക്കേണ്ട ഒരു ആവശ്യം ചെടിക്ക് വരുന്നില്ല. പക്ഷെ അങ്ങനെ സമയമില്ലാത്തവർക്കാണെങ്കിൽ അങ്ങനെ നമുക്ക് ഇങ്ങനത്തെ പോട്ട്, അതായത് സെൽഫ് വാട്ടറിങ് പോട്ടൊക്കെ വെച്ചിട്ട് നമുക്ക് സമയം കുറച്ച് ലാഭിക്കാൻ പറ്റും, വെള്ളം ഒഴിക്കുന്ന സമയമൊക്കെ. പിന്നെ ചെടികളൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം ഒഴിക്കാനും അതിന് നോക്കാനൊക്കെ സമയം കണ്ടെത്തുന്നവരാണ്. പക്ഷെ ചില ആളുകൾക്ക് ചെടി ഇഷ്ടമെങ്കിലും സമയമില്ല എന്ന് പറയാറുണ്ട്. അപ്പം അങ്ങനെയുള്ളവർക്ക് ഇങ്ങനത്തെ പോട്ടുകളൊക്കെ എടുക്കാവുന്നതാണ്.
ഇൻഡോറിൽ നമുക്ക് വളർത്താൻ പറ്റുന്ന ഒരുപാട് പ്ലാന്റ്സ് ഉണ്ട്. പക്ഷെ അതിൽ തന്നെ നമുക്ക് ഒട്ടും കെയർ കൊടുക്കാതെ വളരെ ലോ മെയിൻ്റനൻസ് ആയിട്ടുള്ള കുറച്ച് പ്ലാന്റ്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻ്റ് ആയിട്ട് അറിയിക്കുക. പിന്നെ നിങ്ങളുടെ സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ കമൻറ്റ് ബോക്സിലൂടെ ഷെയർ ചെയ്യുകയാണെങ്കിൽ ഉപകാരമായിരിക്കും. പ്ലാന്റ്സ് ഒക്കെ ഇഷ്ടമുള്ള ഫ്രണ്ട്സ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അവർക്കൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കാം. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.